ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എണീറ്റ് വന്നിട്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിലും ശരി നമുക്ക് എണീറ്റ് വരാനേ തോന്നില്ല കേട്ടോ. അമ്മാതിരി തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് കിച്ചണിലേക്കൊന്നും വരാൻ കഴിയേയില്ല. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ കുളീനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, പച്ചവെള്ളത്തിൽ കുളീനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. നമ്മൾ സ്റ്റാച്യു ആയി പോകും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ രാവിലെ രണ്ടാമത് എണീറ്റ് വന്നതിന് ശേഷം ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് കുളിച്ച് അതിന് ശേഷം കേട്ടോ ഇപ്പോൾ കിച്ചണിലേക്ക് വീണ്ടും വന്നത്. ഇനിയിപ്പോൾ അത് റഫീക്ക് കാപ്പി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാപ്പി വെക്കട്ടെ. നമ്മുടെ ശർക്കര ഇട്ടിട്ടുള്ള കാപ്പിയില്ലേ, കുറച്ച് ചുക്കും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഒരു തൊണ്ടക്കൊക്കെ ഒരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കാപ്പി വെക്കട്ടെ. ഞാനും റഫീക്കേ ഉള്ളൂ കേട്ടോ. വാവ ഇവിടെ അല്ല, വാവ റമിൽത്താൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ കിച്ചണിൽ ഉണ്ടാവുക സ്വെറ്ററും പാൻറ്റും തൊപ്പിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിടാത്തതാണ് കേട്ടോ. എന്നാലും ഷോക്സും പാൻറ്റും ഒക്കെ ഉള്ളിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 10 മണിയെങ്കിലും ആണോ കേട്ടോ സാധാ ഡ്രസ്സിന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാണ്ട് നമുക്ക് കാലും എന്താ പറയുക ചെവിയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് നിൽക്കലില്ല. എവിടെയാണെങ്കിലും കിച്ചണിലാണെങ്കിലും മുറ്റത്താണെങ്കിലും അകത്താണ് റൂമിലാണെങ്കിലും ഒക്കെ തണുപ്പിൻ്റെ ഫീല് അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് പിന്നെ കല്യാണത്തിൻ്റെ കുറേ തിരക്കുകൾ, സൽക്കാരം, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, അങ്ങനെ കുറേ ആയിട്ടും പിന്നെ ഒക്കെ ആയിട്ട് കുറേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയും അതുപോലെ തന്നെ യാത്രകളും കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളും അടുത്ത യാത്രയ്ക്കുള്ള കുറച്ച് ഒരുക്കങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് തിരക്കിലൂടെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റേതായിട്ടുള്ള യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ, വീഡിയോൻ്റെ കാര്യങ്ങൾ അതും ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് സെറ്റാകട്ടെ. അതിന് ശേഷം ബാക്കി പണികളെ കുറിച്ചിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇന്നലെ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുള്ള ബന്നാണ് കേട്ടോ. അപ്പോൾ റഫീക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. റഫീക്കാക്കി ഇതിങ്ങനെ നെയ്യാക്കിയിട്ട് ഇങ്ങനെ ചൂടാക്കുന്നത്, അതിങ്ങനെ പ്രസ്സാക്കി ചൂടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിക്കാൻ റഫീഖക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഇങ്ങനെ മുരിയാൻ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നെയ്യാക്കിയിട്ട് ഇങ്ങനെ ചൂടാക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ക്രിസ്പി ആകുന്നത് ഇഷ്ടമല്ല കേട്ടോ. റഫീഖക്കാണെങ്കിൽ ആ സോഫ്റ്റ്നെസ് ഇഷ്ടമല്ല, കുറച്ചിങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ മുരിഞ്ഞു വരണം ആ ഒരു രീതിയിൽ. അപ്പോൾ റഫീഖക്ക് ഞാൻ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞാനിട്ട വീഡിയോയിൽ മച്ചുവിൻ്റെ സൽക്കാരത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൽക്കാരമില്ലേ, സൽക്കാരം വീഡിയോ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിലേക്ക് ഞാനത് ആ ഭാഗം കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു സംഭവവും അതുപോലെ നമ്മുടെ ഡോണറ്റ്സ് ഇല്ലേ, ഡോണറ്റ്സും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ചൂടാക്കൂട്ടാ. കുറച്ചിങ്ങനെ ഡോണറ്റ്സ് അതിൽ ഗീയൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ പാനൊന്ന് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കൂട്ടാ. എന്നിട്ട് അതിൻ്റെ ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റാകുന്ന ആ സമയം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും. അപ്പോൾ അതിലേക്ക് ചൂട് കയറി ആ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു ഫ്രഷ് ഫീലാണ്. ഇതും ഞാനിങ്ങനെയാണ് കേട്ടോ കഴിക്കുക. ഇതിങ്ങനെ തണുത്തത് പാക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് കഴിക്കുന്നത് അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇതിങ്ങനെ ഒന്ന് ലൈറ്റ് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കും കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കാപ്പിയും സ്നാക്കും റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴം, എഗ്ഗ് ഇതൊന്നുമില്ല കേട്ടോ, അതൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ വാങ്ങിയിട്ട് വേണം. അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം തീർന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ യാത്രയും കല്യാണം എല്ലാം കൂടായിട്ട് അങ്ങനത്തെ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. കുക്കിങ്ങൊന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ സ്നാക്സിന് എണീറ്റ ഉടനെ കഴിക്കുക നേന്ത്രപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ തീർന്നുകൊണ്ടാണ് ഇന്ന് ഇതിൽ പിടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ കാപ്പിയും സ്നാക്കൊക്കെ ഒന്ന് കഴിക്കട്ടെ.
ഇന്നലെ ഞങ്ങൾ രണ്ടാളും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നമ്മൾ ഹെവി ആയിട്ട് ഹെവി അല്ല എന്നാലും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കുന്ന പിറ്റേ ദിവസം അങ്ങനൊരു ഭയങ്കരമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നൂല കേട്ടോ. അത് നല്ല കാര്യമായിട്ടും എനിക്ക് തോന്നലുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കഴിയുന്ന ടൈമിൽ രാത്രിയിൽ. അപ്പോൾ പിറ്റേ ദിവസം ഒന്ന് കുറക്കുന്നത് നല്ലതുമാണല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത അങ്ങനെ വരലുണ്ട് കേട്ടോ, നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഫീഖ പറയുന്നുണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ആക്കണ്ട, ഇതന്നെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റോബസ്റ്റ് പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇടയിൽ വിശക്കുകയാണെങ്കിൽ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ തൽക്കാലം വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ചെറിയ സ്നാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കിച്ചണിലെ പ്ലാന്റ് ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പ്ലാന്റ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തു വെക്കണം കേട്ടോ. ഞാനങ്ങനെ ഇൻഡോർ പ്ലാന്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നിന്ന് അകത്തെയും നമ്മൾ ഒരുപാട് പ്ലാന്റ് വെച്ചിട്ടില്ലേ ഇൻഡോറായിട്ടും ഒക്കെ, കിച്ചണിൽ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ അകത്ത് ഇൻഡോറായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം അകത്തത്തെ പ്ലാന്റും അതുപോലെ തന്നെ എല്ലാ കിച്ചണത്തെ പ്ലാന്റും എടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്യലില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ടൈം വേണം, അതിനായിട്ട് നമ്മൾ നിൽക്കണം, അങ്ങനെ ചെയ്യലില്ല. ഇതിങ്ങനെ കാണുന്ന സമയത്ത് വേഗം ആ ഒരു ഏരിയയിലുള്ളത് എടുത്തിട്ട് കഴുകി അതിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേറെ വെള്ളം ഫില്ല് ചെയ്ത് അങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ അകത്തത്തും അങ്ങനെ തന്നെയാണ്, അല്ലാതെ മൊത്തത്തിൽ അങ്ങനെ ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാ പ്ലാന്റും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് മാക്സിമം രണ്ടാഴ്ച കൂടുതൽ പോവരുത് കേട്ടോ. ഒരാഴ്ചയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച പ്ലാന്റ് ഇതുപോലെ ചെയ്യണം കേട്ടോ. മണ്ണിലാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് മണ്ണ് ഓവർ എപ്പോഴും നനവ് നിലനിർത്താതെ ഡ്രൈ ആയതിനു ശേഷം നനച്ചു കൊടുക്കുക. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കുന്നവരാണെങ്കിൽ ചിലർക്കൊക്കെ ഇതിങ്ങനെ പ്ലാന്റ് നാശമായി പോവും, അകത്ത് വെച്ചിട്ട് ഇരിക്കുന്നേ ഇല്ല അങ്ങനെ പറയലുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കൊണ്ട് വെച്ചിട്ട് ഒട്ടും പ്ലാന്റ് നന്നാവുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇതുപോലെ കിച്ചണിലെ ഏരിയയിൽ ഇങ്ങനെ സൂര്യപ്രകാശം തട്ടുന്ന ഏരിയയിൽ ഒരാഴ്ച നിങ്ങൾ അകത്ത് വെച്ചാൽ ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ ഒരു ഏരിയയിൽ കൊണ്ടുവെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ പുറത്താണെങ്കിൽ ഒരു ഷെയ്ഡഡ് ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ, ജസ്റ്റ് ഒരു വെയിലിൻ്റെ നാളടിക്കുന്ന വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത്. അങ്ങനത്തെ ഭാഗത്തൊക്കെ ഒരാഴ്ച കൊണ്ടുവെക്കുക, പിറ്റത്തെ ആഴ്ച നമ്മൾ എടുത്തിട്ട് അകത്തേക്ക് വെക്കുക. അങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ. കുറേ പേര് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറയലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. നമുക്ക് ഈ കിച്ചണിലാണെങ്കിൽ സൂര്യപ്രകാശം ലൈറ്റായിട്ടൊക്കെ തട്ടുന്ന ആ ഒരു ക്ലൈമറ്റാണ് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവെക്കാറുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ്. പിന്നെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് മണ്ണിലാണ് കേട്ടോ ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി, വെള്ളം കൂടി പോകാതെ നോക്കിയാൽ മതി. ഡ്രൈ ആയാൽ പിന്നെ ഇരിക്കും, പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ ചീഞ്ഞു പോകട്ടെ ചെയ്യുക. അപ്പോൾ ഇനി വേറെ സ്നാക്സ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കുന്നില്ലെങ്കിൽ എൻ്റെ കിച്ചണിലെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടട്ടെ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചത് റഫീഖയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബോൾസം പ്ലാന്റ് ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1-2 പ്ലാന്റിനൊരു ചെറിയൊരു പുഴുക്കേട് പോലൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇൻഫെക്ഷൻ പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മരുന്നടിച്ച് ഞാൻ അന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട്, ഇനി റെഡിയാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഭാഗത്തേക്ക് നമ്മൾ ബാക്കിലേക്ക് കേട്ടോ, അങ്ങനെ ആ ഒരു സൈഡിലേക്ക് വെയിലുണ്ടാവും എന്ന് വെച്ചിട്ട് വെച്ചതാണ്. പക്ഷെ ഒട്ടും അവിടെയും വെയിലില്ല കേട്ടോ. വെയിലിൻ്റെ ഒരു ചെറിയൊരു ഇതുപോലും കിട്ടുന്നില്ല. ഒന്നാമത് ആദ്യമൊക്കെ വെയിലുള്ള സ്ഥലത്ത് പോലും ഇപ്പോൾ വെയിലില്ല. കാര്യം നമ്മുടെ തെങ്ങും മാവ് അങ്ങനത്തെ തെങ്ങ് വളർന്നാൽ തന്നെ ആ ഒരു ഭാഗത്ത് പിന്നെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിൽ വെയിലൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുന്നിലേക്ക് കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാന്റില്ലേ, ആ ഒരു യെല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ എൻ്റെ ബോൾസം പ്ലാന്റ് റെഡി ആയാലും ആദ്യം വെക്കാറുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ലീഫി ആയിട്ടുള്ള ചെടികൾ, അതായത് നമ്മുടെ പച്ചപ്പുള്ള ചെടികൾ ആക്കിയതിന് ശേഷം ആ ഒരു പ്ലാന്റ് ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാനാണ് ഞാനത് റെഡിയാക്കിയിട്ട് എടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡിലുള്ള 2 പ്ലാന്റും ഞാൻ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് തട്ടിലുള്ളത് ഞാൻ ഇവിടേക്ക് വെച്ചു കേട്ടോ. അത് അവിടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അതുപോലെ തന്നെ ആ ഒരു യെല്ലോ ആ ഒരു
പുല്ല് പോലത്തെ സംഭവമല്ലേ, അത് ഞാൻ തൽക്കാലം മതിലിലേക്ക് കയറ്റി വെച്ചാണ്. അതാണ് ഒരു ഫിക്സഡ് ആയിട്ട് വെച്ചോന്നല്ല. അത് അതിൻ്റെ തൈ ഞാൻ വേറെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് പഴയത് മാറ്റിയിട്ട് അതിലേക്ക് ഫ്രഷ് വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് ഭംഗി വരുള്ളൂ. ചെടീൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റീപ്ലാന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോൾസം പ്ലാന്റ് ഇവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റാൻഡിലേക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ഉണ്ട്. ഒരു 24 ചട്ടി ഉണ്ട് കേട്ടോ. ചട്ടി എല്ലാം ഒന്നൊന്നല്ല, കുറച്ച് ഞാൻ പ്ലാസ്റ്റിക് ചട്ടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖൊക്കെ അത് അത്ര ഇഷ്ടമായിട്ടില്ല, ഒരേ ചട്ടി വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് കയ്യിലുള്ള ഒഴിവായിട്ടുള്ള ചട്ടികളൊക്കെ അങ്ങ് എടുത്ത് റെഡി ആയതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് പ്ലാന്റ് ആയിട്ട് വേണം കേട്ടോ ചെറിയ പീസ് വേറെ പിടിപ്പിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഒട്ടും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വെറൈറ്റി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്തായാലും അത് സെറ്റായിട്ട് വരട്ടെ. അപ്പം ഈ രീതിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ മുറ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് പൂവൊക്കെ ഒന്നായി റെഡി ആയിട്ട് വരണം കേട്ടോ. ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിന് എനിക്ക് വേറെ ചട്ടി ആവശ്യമുണ്ട്. അപ്പോൾ ചട്ടി വാങ്ങിയിട്ട് റഫീഖ വാങ്ങിക്കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയിട്ട് അത് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ പ്ലാന്റിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെടി നനയ്ക്കൽ, അതുപോലെ തന്നെ മുറ്റടിക്കൽ, അങ്ങനത്തതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇതാ അകത്തേക്ക് വന്നു. ഇനി അകത്തുള്ള ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബെഡ്റൂമുകളൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നുള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോയിൽ കുറച്ചുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ വീഡിയോൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂറോളം എനിക്കിതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇന്ന് കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ 8 മണിയായില്ലേ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ഒരു 11 മണി ആകുമ്പോഴത്തേക്കും വീഡിയോക്ക് വേണ്ടിയിട്ടിരിക്കണം, എന്നാലാണ് ഒരു 2 മണിയാകുമ്പോഴത്തേക്കും വീഡിയോ സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് ഞാൻ വേഗം എൻ്റെ ക്ലീനിങ് പരിപാടി തീർക്കട്ടെ. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇന്ന് അലക്കാനില്ല, പിന്നെ അതുപോലെ തന്നെ ഇന്ന് തുടക്കാനും ഇല്ല കേട്ടോ. മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി നന്നായിട്ട് ബെഡ്റൂം എല്ലാം ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് നീറ്റായിട്ട് അടിച്ചു വാരിയാൽ മതി കേട്ടോ. വേറെ അങ്ങനെ കാര്യമായിട്ട് പണികളും കാര്യങ്ങളൊന്നും ഇല്ല. എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഓരോ പണികളുണ്ടാവുമല്ലോ. അപ്പോൾ എടുക്കാൻ നിൽക്കുന്നില്ല എന്ന് വേണം കേട്ടോ പറയാനും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ടെൻഷനില്ല, വീഡിയോൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ കുടിയും കാര്യങ്ങളും അങ്ങനത്തെതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചെയ്യുക. അങ്ങനെ ഇന്നത് ഒന്നുമില്ല. ചിലപ്പം എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ ഒക്കെ ആക്കും. ഇങ്ങനെ വെജിറ്റബിൾസ് കട്ടാക്കിയിട്ടിട്ട് നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് കുറച്ച് കടലല്ലേ, വെള്ളക്കടല, അത് വേവിച്ചത് ഫ്രീസറിലുണ്ട്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഹെൽത്തി സാലഡ് പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പയർ അങ്ങനത്തെ ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എൻ്റെ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനേ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമസ്കാരം കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഉച്ച സമയം ആയിക്കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രാത്രിയിൽ തലേദിവസം രാത്രി ഞാൻ ചെയ്തു വെക്കലുണ്ട്. തലേദിവസം രാത്രി, തലേദിവസം വൈകുന്നേരമൊക്കെ. അപ്പോൾ അതിനെനിക്കിപ്പോൾ പറ്റലേ ഇല്ല. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്ക് ഈ പകലിരിക്കേണ്ടി വരില്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും തംബ്നെയിൽ ഉണ്ടാക്കുക, ക്യാപ്ഷൻ സെറ്റ് ചെയ്യുക, അങ്ങനെ ചിലപ്പോൾ സൗണ്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അതല്ല, A to Z കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ചിലപ്പം ഒന്ന് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുക കേട്ടോ. കുറച്ച് വൈകിയ നിങ്ങൾ ചോദിക്കല്ലേ, എന്താ ജംഷി വീഡിയോ വൈകിയല്ലോ എന്ന് ചോദിക്കില്ല. അപ്പോൾ ഈ ഒരു കാരണങ്ങളെ കൊണ്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യങ്ങൾ വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരിക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ. അന്നത്തെ ദിവസം വീഡിയോ ഇടാനേ പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ ചില ദിവസങ്ങളിൽ മിസ്സാവുക, ചില ദിവസങ്ങൾ വൈകുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. മാക്സിമം ഞാൻ തലേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല, എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങട്ടെ. അപ്പോൾ ഇതില്ലേ നമ്മൾ മച്ചുവിൻ്റെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാനിതിലേക്ക് ആഡ് ചെയ്തതാണ്.
അപ്പോൾ അന്നത്തെ ദിവസം റഫീഖ വൈകുന്നേരമേ വരുള്ളൂ കേട്ടോ. നമുക്ക് രാത്രിയിലാണ് സൽക്കാരം. അപ്പോൾ റഫീഖ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും റഫീഖാൻ്റെ ഏട്ടനും ഫാമിലിയും കൂടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോരോ പണികളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം സ്നാക്സിന് വേണ്ടിയിട്ട് ഉന്നക്കായി, അതുപോലെ തന്നെ നമ്മളെ ഇറച്ചിപ്പത്തിരിയില്ലേ, ചൊറപ്പത്തിരി, അത് നമ്മളെ വയനാടൻ സ്പെഷ്യലാണ് കേട്ടോ. ചൊറപ്പത്തിരി എന്ന് പറയുന്നത് ഉന്നക്കായ്ക്ക് എല്ലാ ഭാഗത്തും ഉണ്ടാവും. ചൊറപ്പത്തിരി, നമ്മളെ ഇറച്ചിപ്പത്തിരി, അത് നമ്മൾ നോമ്പ് തുറക്ക്, അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എന്തായാലും നമ്മൾ മസ്റ്റായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ അത് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ പാചകവും കാര്യങ്ങളും അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചുറപ്പത്തിലേക്ക് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ശരിക്കും ചുറപ്പത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വൈകുന്നേരം സമയമല്ലേ, നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ഫീലാട്ടോ വരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. ഉന്നക്കായി, ചുറപ്പത്തിരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുമ്പോൾ. അപ്പോൾ കുറേ പേര് നമ്മളെ കല്യാണ വീഡിയോയിൽ മച്ചുവിന് വിഷസ് പറഞ്ഞിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല വീഡിയോ, നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മച്ചു നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് നെയ്ച്ചോറ്, മട്ടൻ കുറുമ, ലിവർ വരട്ടിയത്, ചിക്കൻ ഫ്രൈ, എന്താ പറയുക, നമ്മുടെ ചില്ലി ഗോബിയില്ലേ, നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഫുഡ്. അലീസ, ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. റഫീഖാൻ്റെ ഏട്ടനാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്കാക്ക ഫുഡിനുള്ള ഓരോരോ കാര്യങ്ങൾ ഒരുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാര്യം ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംസാരത്തിന് നിന്ന് ഇപ്പുറത്തേക്ക് തിരിയുമ്പോഴത്തേക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഭയങ്കര സ്പീഡായിട്ടാണ് ഇക്കാക്ക ഫുഡ് ഉണ്ടാക്കലും കട്ട് ചെയ്യലും എല്ലാം ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ഫോൺ എടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഇടലും ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അടുപ്പത്തുള്ളത് നമ്മളെ ലിവർ ഫ്രൈ ആണ് കേട്ടോ. നമ്മളെ പെപ്പറൊക്കെ ഇട്ടിട്ട് ലിവർ ഫ്രൈ ഇല്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറ് ഇതവിടെ ദമ്മിട്ട്. ഇനി ഞാൻ ലിവർ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും നെയ്ച്ചോറ് അവിടെ ദമ്മായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെയല്ലേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വായിൽ വെള്ളം വരും കേട്ടോ. ഇനി ഇത് നമ്മുടെ ചില്ലി ഗോപിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ശരിക്കും എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്ച്ചോറും കുറുമയും ചിക്കൻ ഫ്രൈയും ഇതാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഏട്ടൻ്റെ മോള് ചെറിയ കുട്ടിയാണ് കേട്ടോ. 3.5 വയസ്സ് 4 വയസ്സിൻ്റെ ഉള്ളിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവക്ക് ഈ നെയ്ച്ചോറായി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുമല്ലോ. അപ്പോൾ ഈ അമിക്ക് ഞാനാട്ടോ വാരി കൊടുക്കുക. അപ്പോൾ ചോറ് കൊടുക്കുമ്പോൾ ചിക്കൻ പൊരിച്ചതും ഈ നെയ്ച്ചോറും കുറുമയും കൂടി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന്ന് ഒരു ഉരുള വായിൽ നമ്മളും കഴിക്കുമല്ലോ അതിൻ്റെ കൂടെ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിക്കോട്ടാ. എന്നിട്ട് ഞാനിത് ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് ആ ഒരു ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് എല്ലാവരും കൂടെ കഴിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും ഒരു സുഖം കിട്ടൂല, അത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ ശരിക്കും വായിൽ വെള്ളം വരും. ആ ഒരു ടൈമിൽ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ കേട്ടോ. ശരിക്കും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചും, അല്ലെങ്കിൽ ബീഫ് കുറുമയായിരിക്കും, അല്ലെങ്കിൽ മട്ടൻ കുറുമയായിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ കുറുമയായിരിക്കും. ഇത് അധികവും ബീഫ് കുറുമയോ മട്ടൻ കുറുമയോ ആയിരിക്കും. കാരണം റഫീഖാൻ്റെ ഉപ്പ ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് കുറുമയോ മട്ടൻ കുറുമയോ ആക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരും ഈ ഒരു ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ.
അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെനുവിൽ നെയ്പ്പത്തിരി, ചപ്പാത്തി അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് ഹലുവയും തേങ്ങാക്കൊത്തും അത് കൊടുക്കൂലേ, അപ്പോൾ അത് വയനാട്ടിൽ ഇതാണോ നമ്മളവിടെ എന്താ പറയുക നട്ട്സാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ ഹലുവയും കൊടുക്കും, അതുപോലെ തന്നെ നട്ട്സും കൊടുക്കും കേട്ടോ. പിസ്ത, ബദാം അതൊക്കെ വെച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഡേറ്റ്സ് ഇതൊക്കെ വെച്ചിട്ടും കൊടുക്കും കേട്ടോ. അത് രണ്ടും കൊടുക്കും. അങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല. മധുരം കൊടുക്കും, അതിൻ്റെ കൂടെ സ്നാക്സ്, ഡേറ്റ്സ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ പൊതുവേ വേറെയുള്ള ഞാൻ ഉദ്ദേശിച്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തലശ്ശേരി ഇതിനൊക്കെ അപേക്ഷിച്ച് വയനാട് കുറച്ചൊരു സിമ്പിളാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ കല്യാണമാണെങ്കിലും കുറേയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും അത്രയും അവിടെയൊക്കെ ഉള്ളതിൻ്റെ ഒരു അത്രയും ഇല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ ഇവിടെ ഒരു ചടങ്ങുണ്ട്, പാല് കൊടുക്കുക എന്നുള്ള ചടങ്ങ്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ചടങ്ങ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നൊരു സംഭവം അത്ര തന്നെ. അപ്പോൾ അതിനുശേഷം പെണ്ണിൻ്റെ ഉമ്മ വാച്ച് ഇടും കേട്ടോ. വാച്ച് നമ്മളിപ്പം ഗോൾഡ് നമ്മൾ ആണുങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വാച്ചാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ചെക്കൻ പെണ്ണിൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സൽക്കാരവും നല്ല റാഹത്തായിട്ട് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വന്നു നാച്ചുറാലിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.